രാവിലെ ഉറക്കമുണർന്ന് ഫോണെടുത്തപ്പോഴായിരുന്നു വാട്സാപ്പിൽ പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വന്നു കിടക്കുന്നത് റയാന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിപ്പോ ആരാകുമെന്ന് ഓർത്തുകൊണ്ടായിരുന്നു അവൻ ആ മെസ്സേജ് ഓപ്പൺ ചെയ്തത്. മെസ്സേജ് ഓപ്പൺ ചെയ്തതും അതിൽ കണ്ട സന്ദേശങ്ങൾ റയാന്റെ സമനില തെറ്റിക്കാൻ പാകത്തിലുള്ളതായിരുന്നു. ആമയുടെ 4 ചിത്രങ്ങളും അതിനടിയിലുള്ള വരികളും കാണെ അവന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ഹൗസ് മൈ ഗേൾ. ആ വാചകം അവന്റെ പല്ലുകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു. ആരെടാ നീ? ഇവളെങ്ങനെ? സ്വയം പിറുപിറുത്തുകൊണ്ട് ആ നമ്പറിലേക്ക് കാൾ ചെയ്യുമ്പോഴും മറുവശത്ത് ആരായിരിക്കുമെന്ന ചിന്തയവന്റെ മനസ്സിനെ താളം തെറ്റിച്ചുകൊണ്ടേയിരുന്നു. ഗുഡ് മോർണിംഗ് റയാൻ പോൾ കളരിക്കൽ. ഈ വിളി ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചിരുന്നതാ. പക്ഷേ അത് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത് ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കോൾ കണക്റ്റ് ആയതും അപ്പുറത്തുനിന്ന് കേട്ട പരിചിതമായ സ്വരത്തിന്റെ ഉടമയാരാണെന്ന് തേടി ഓർമ്മയിലൊരു അരിച്ചുപെറുക്കൽ നടത്തി നോക്കിയെങ്കിലും റയാൻ അത് ആരാണെന്ന കാര്യത്തിൽ ഒരു ഊഹവും കിട്ടിയില്ല. എന്താടാ ചങ്കേ, ഇത്ര വേഗം നീ എന്നെ അങ്ങ് മറന്നുപോയോ? ഇരുന്ന് ചിലയ്ക്കാതെ നീ ആരാണെന്ന് പറയടാ. റയാനൊരു ഗർജനം പോലെ പറഞ്ഞതും മറുപുറത്ത് നിന്നൊരു ചിരിയോടെ ഫോണിലേക്കൊന്ന് നോക്കി. റയാൻ പോളിന്റെ ചോരത്തിളപ്പിന് ഇപ്പോഴും ഒരു കുറവും വന്നിട്ടില്ല. ഐ ലൈക്ക് ഇറ്റ്. ഹു ആർ യു? റയാന്റെ ക്ഷമ പൂർണ്ണമായി നശിച്ചിരുന്നു അപ്പോഴേക്കും. അത് വെളിവാക്കും പോലെ അവന്റെ സ്വരത്തിന് വല്ലാത്തൊരു മൂർച്ച തോന്നിപ്പോയിരുന്നു. ചേ, ഇങ്ങനെ ചൂടാവല്ലേ റയാൻ. ബി കൂൾ. ഞാൻ ആരാണെന്നറിയാൻ വേണ്ടി നീ ചുമ്മാ തല പുകയ്ക്കേണ്ട. ഞാൻ തന്നെ പറയാം. ഇത് ഞാനാടാ, നിന്റെ ആജന്മ ശത്രു വികാസ് നാരായൺ. നീയോ? നിനക്കെങ്ങനെയാടാ ചെറ്റെ അവളുടെ ഫോട്ടോ കിട്ടിയത്? അവൾ എങ്ങനെയാടാ നിന്റെ പെണ്ണാകുന്നത്? വർഷങ്ങൾക്ക് ശേഷമുള്ള അവന്റെ ഈ വരവ് എന്തിനായിരിക്കുമെന്ന പകപ്പ് തോന്നിയെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് ഒരു മുഴർച്ച പോലെയായിരുന്നു റയാന്റെ ചോദ്യം. ഇങ്ങനെ എല്ലാ ചോദ്യങ്ങളും കൂടി ഒരുമിച്ച് ചോദിക്കല്ലേ റയാൻ. അവളുടെ ഫോട്ടോ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ അത് ഞാൻ തന്നെ എടുത്തതാ. അവളുടെ വീട്ടിൽ, അവളുടെ അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് തന്നെ. ആ, ഞാനത് പറഞ്ഞില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ നിന്റെ തൊട്ടടുത്ത്. ചേ, അങ്ങനെയല്ല, നിന്റെ ഭാര്യയുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്, അവളുടെ വീട്ടിൽ. വികാസിന്റെ വാക്കുകൾ റയാനിൽ എന്തിനെന്ന് പോലും അറിയാത്ത അസ്വസ്ഥത തീർക്കുന്നുണ്ടായിരുന്നു. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവനെ അത്രമേൽ കുഴപ്പിക്കുന്നതായിരുന്നു. ഇപ്പൊ നീ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഇവിടെയെന്ന്. അയ്നോ, അവളുടെ പുന്നാര അച്ഛൻ ക്ഷണിച്ചു വരുത്തിയതാടാ മോനെ. നീ കാരണം പേര് ചീത്തയായ മകൾക്കൊരു ജീവിതം കിട്ടുമെന്ന് കണ്ടപ്പോൾ നന്ദകുമാറിന് സ്വർഗം കിട്ടിയ പ്രതീതിയാ. ആത്മിക നന്ദകുമാറിനെയും എന്നെയും തമ്മിൽ സെറ്റാക്കാൻ വേണ്ടി 2 കുടുംബങ്ങളും കൂടി കണ്ടുപിടിച്ച ടിപ്പിക്കൽ ഐഡിയയാണ് മോനെ ഈ വിരുന്ന് പാർക്കൽ. എന്തായാലും സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ വരുന്നത് വരെ അച്ഛന് സുഹൃത്തിന്റെ മകളോട് തോന്നിയ വാത്സല്യം മാത്രമായിരുന്നു ഈ ബന്ധത്തിലേക്ക് നയിച്ചതെങ്കിൽ ഇവിടെ വന്ന് അവൾ നീ താലി കെട്ടിയ പെണ്ണാണെന്ന് അറിഞ്ഞതോടെ എനിക്ക് വല്ലാത്തൊരു ഹരമായി. ഇങ്ങോട്ട് പുറപ്പെടുമ്പോൾ ഏതോ ഒരുത്തന്റെ താലി കഴുത്തിലണിഞ്ഞ് അവളെ ഭാര്യയാക്കാൻ എനിക്ക് ഒരുപാട് ആലോചിക്കണമായിരുന്നു. പക്ഷേ ഇപ്പോ എനിക്കൊന്നുമില്ല ആലോചിക്കാൻ. വികാസ് നാരായണൻ ഒരു പെണ്ണിനെ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് ആത്മീയെ മാത്രമായിരിക്കും. തന്നെ വെല്ലുവിളിക്കും പോലെയുള്ള അവന്റെ വാക്കുകൾ കേട്ടിരിക്കുമ്പോൾ റയാനാകെ ഭ്രാന്ത് പിടിക്കും പോലെ തോന്നിപ്പോയിരുന്നു. ഈ നിമിഷം അവനെ മുന്നിൽ കിട്ടിയാൽ കൊന്നു കളയാമെന്ന് പോലും അവൻ ചിന്തിച്ചു പോയിരുന്നു. ഹലോ റയാൻ, ആർ യു ദേർ? ഉണ്ടടാ കോപ്പേ, നീ പറ. ആ ഗുഡ്. ഞാൻ ഓർത്തു നീ ഫോൺ എറിഞ്ഞു കളഞ്ഞിട്ട് പോയെന്ന്. വികാസ് നാരായണന്റെ താലിക്ക് ആത്മികയെ അർഹതാക്കിയത് എന്താണെന്ന് നിനക്കറിയോ ചങ്കേ? അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ. അവൾ നിന്റെ ഭാര്യയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വേണം അവളെ. റയാന്റെ നെഞ്ചിൽ ചവിട്ടി നിൽക്കും പോലൊരു ലഹരിയോടെ വികാസ് അത് പറഞ്ഞ നിമിഷത്തിൽ തന്നെയായിരുന്നു ഫോണിന്റെ അങ്ങേ തലയ്ക്കൽ നിന്ന് റയാന്റെ പൊട്ടിച്ചിരി ഉയർന്നത്. ഒരു നിമിഷം അതിന്റെ കാരണമറിയാതെ വികാസ് അമ്പരന്ന് ഫോണിലേക്ക് നോക്കി. എന്താടാ നിനക്കൊരു ചിരി? ഏയ്, പണ്ടും ഞാൻ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞതിനോടൊക്കെ ആയിരുന്നല്ലോ നിന്റെ പ്രിയമെന്നോർത്ത് ചിരിച്ചു പോയതാ. റയാന്റെ വാക്കുകൾ തന്റെ മുഖത്തേറ്റ അടി പോലെ തോന്നിയതും കണ്ണുകൾ ഇറുക്കി അടച്ചു കളഞ്ഞു വികാസ്. പക്ഷേ തൊട്ടടുത്ത നൊടിയിൽ തോൽക്കാൻ മനസ്സില്ലെന്ന് വിളിച്ചു പറയും പോലെ അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ആ നേരം അവ കലങ്ങി ചുവന്നിരുന്നു. നീ അവളെ ഉപയോഗിച്ചെങ്കിൽ പോലും ഞാൻ പിന്നോട്ട് പോവില്ല റയാൻ. കാരണം എന്താണെന്നറിയാമോ നിനക്ക്? പക. വർഷങ്ങളായി ഞാനുള്ളിൽ കൊണ്ടു നടന്ന നിന്നോടുള്ള പക. പണ്ടൊക്കെ എന്ന് നിന്നോട് തോറ്റിട്ടേയുള്ളൂ ഞാൻ. എൻ്റെ കയ്യിൽ നിന്ന് നീയെല്ലാം തട്ടിയെടുത്തിട്ടേയുള്ളൂ. എൻ്റെ പ്രണയം പോലും നീ. വിടില്ലടാ ഞാൻ നിന്നെ. മാനസേ, എന്നിൽ നിന്ന് നീ പറിച്ചെടുത്തതുപോലെ നീ താലി കെട്ടിയ ആത്മികയെ നിന്നിൽ നിന്ന് അടർത്തിയെടുത്ത് ഞാൻ സ്വന്തമാക്കിയിരിക്കും. നോക്കിക്കോ നീ. മാനസിക നില തെറ്റിയ ഒരാളെപ്പോലെ ഉന്മാദഭാവത്തിൽ പറയുന്നവനെ കേട്ടിരിക്കുമ്പോഴും അർത്ഥം ആർക്കും നിർവചിക്കാൻ കഴിയാത്തൊരു പുഞ്ചിരി തത്തിക്കളിച്ചിരുന്നു റയാന്റെ ചുണ്ടുകളിൽ. അവളെ എന്നിൽ നിന്ന് അടർത്തിയെടുക്കാൻ വേണ്ടി നീ ഒത്തിരിയങ്ങ് കഷ്ടപ്പെടുകയൊന്നും വേണ്ട. അവളെ ഞാനായിട്ട് തന്നെ കളഞ്ഞതാ. അതുകൊണ്ടാ അവളിപ്പോൾ നിന്റെ കൺമുന്നിലുള്ളത്.
ഇല്ലെങ്കിൽ ഇവിടെ എൻ്റെ കയ്യകലത്തിൽ ഉണ്ടായേനെ. അതുകൊണ്ട് നീ ചുമ്മാ ഓവറായിട്ട് കഷ്ടപ്പെടുവൊന്നും വേണ്ട. അവളിപ്പോൾ ഫ്രീയാ. 1 വർഷം കഴിഞ്ഞ് നിയമപരമായും സ്വതന്ത്രയാണ്. നീ എടുത്തോ. നീ അവളെ കെട്ടുവോ കൂടെ പിറപ്പിക്കുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതൊന്നും ഈ റയാൻ പോളിൻ്റെ രോമത്തിൽ പോലും സ്പർശിക്കില്ല. അതുകൊണ്ട് ഇനിയും ഇങ്ങനത്തെ ചീപ്പ് ഡ്രാമ കളിച്ച് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഉള്ള നേരത്തിന് പോയി അവളെ വളയ്ക്കാൻ നോക്കടാ. പരിഹാസച്ചുവയോടെ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിരുന്നു റയാൻ. അപ്പോഴും അവനിൽ നിന്ന് അത്തരമൊരു പ്രതികരണം പ്രതീക്ഷിക്കാതിരുന്നത് കൊണ്ട് തന്നെ അതേ ഇരിപ്പിരിക്കുകയായിരുന്നു വികാസ്. ഛേ. ഒട്ടൊരു നേരത്തിന് ശേഷം ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് തലമുടി അള്ളിപ്പറിക്കുമ്പോൾ നിരാശ അത്രമേൽ അവനിൽ പിടിമുറുക്കിയിരുന്നു. നിലത്ത് ഛിന്നഭിന്നമായി കിടക്കുന്ന ഫോണിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു റയാൻ. അവൻ്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. വികാസിന്റെ വാക്കുകൾ അപ്പോഴും തൻ്റെ കാതിൽ പ്രതിധ്വനിക്കും പോലെ തോന്നിയതും അവൻ കടപ്പല്ലുകൾ ഞെരിച്ചമർത്തി. ഇല്ലട പൊല്ലേ, നിർബന്ധിച്ചവളെ എൻ്റെ ജീവിതത്തിലേക്ക് വലിച്ചിടുന്നില്ലെന്നൊരു തീരുമാനം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ എന്ന് കരുതി എനിക്കെതിരെ അവളെ കരിവാക്കാമെന്ന് വല്ലോ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തിരിക്കും നിന്നെ ഞാൻ. വല്ലാത്തൊരു ഭാവത്തിൽ പിറുപിറുക്കുമ്പോൾ അവൻ്റെ ഭാവം തീർത്തും വന്യമായിരുന്നു. ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പിന്നാമ്പുറത്തെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു വികാസും ശ്രീദേവിയും കൂടി. വിനോദും നന്ദനും കൂടി പുറത്തേക്ക് പോയിരുന്നു. പൂർണിമ അടുക്കളയിലെയും ആമി തൻ്റെ റൂമിലുമായിരുന്നതുകൊണ്ട് അവിടെ ഇപ്പോൾ അവരമ്മയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിക്കി, ആദ്യം മോളെ വിവാഹം കഴിക്കാൻ നിനക്ക് പൂർണ്ണ മനസ്സ് തന്നെയാണോ? ഏതോ ആലോചനയിൽ മുഴുകിയിരുന്നു കൊണ്ടുള്ള ശ്രീദേവിയുടെ ചോദ്യം കേട്ടതും അതുവരെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു വികാസ് ഫോൺ ഓഫ് ചെയ്തു മാറ്റി വെച്ചിട്ട് അവരുടെ മടിയിലേക്ക് വന്നു കിടന്നു. എന്തേ, അമ്മയ്ക്ക് ഇഷ്ടമായില്ലേ അവളെ? ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ഉവ്. പിന്നെ അവൾ നന്ദൻ്റെയും പൂർണിയുടെയും മകളാണെന്നുള്ള കൺസിഡറേഷനുമുണ്ട്. പിന്നെന്താ പ്രശ്നം? വികാസിൻ്റെ ചോദ്യത്തിനൊരു മറുപടി നൽകാൻ പോലും ശ്രീദേവിക്കപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വികാസ് ആമിയെ വിവാഹം ചെയ്യുന്നതിനെ എതിർക്കാൻ പാകത്തിനൊരു ആശങ്ക അവരെ വീർപ്പ് മുട്ടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതങ്ങനെ വികാസിനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയാതെ അവർ വല്ലാതെ വിമ്മിഷ്ടപ്പെടുത്തും. അമ്മേ. വിദൂരത എവിടെയോ നോക്കി വീർപ്പുമുട്ടലോടെ ഇരിക്കുന്ന ശ്രീദേവിയെ കണ്ട് അവരുടെ കയ്യിലൊന്ന് കൊട്ടിക്കൊണ്ട് വികാസ് വിളിച്ചു. എന്തു പറ്റി? ഇവിടൊന്നുമല്ലേ? ഞാൻ വേറെന്തോ ഓർത്തു. ആ, അതൊക്കെ നമുക്ക് പിന്നെ ഓർക്കാം. ഇപ്പോൾ ഇത് പറ, ഞാൻ ആദ്യം വിവാഹം കഴിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലേ? വികാസ് വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിച്ചു. ആദ്യം ഇഷ്ടമൊക്കെ തന്നെയാ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു 2ാം കല്യാണമല്ലേ നമ്മുടെ കുടുംബക്കാരോടൊക്കെ പറയുമ്പോൾ. അങ്ങനെയൊക്കെ ഓർത്തപ്പോൾ എനിക്കെന്തോ ഒരു വല്ലായ്മ തോന്നുന്നു. ശ്രീദേവി തൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞതും വികാസ് പതിയെ ചിരിച്ചു. എൻ്റെ അമ്മേ, തൽക്കാലം ആദിയുടെ 2ാം കല്യാണമാണെന്ന് ആരോടും പറയാൻ പോകണ്ട. പിന്നെ 2ാം ഘട്ടെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ വിവാഹം കഴിച്ചു എന്നല്ലാതെ അവരൊരുമിച്ച് ജീവിച്ചിട്ട് കൂടിയില്ല. പിന്നെ അങ്ങനെയൊക്കെ ചിന്തിക്കാനുണ്ടോ അമ്മേ? ഇപ്പോൾ നിനക്കിതൊക്കെ നിസ്സാരമാണോ? അവിടുന്ന് പുറപ്പെടും മുമ്പ് അച്ഛനിത് പറഞ്ഞപ്പോൾ നിനക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ ആ അഭിപ്രായമൊക്കെ മാറിയോ? ശ്രീദേവിയുടെ മുഖത്തും സ്വരത്തിലും തെല്ലത്ഭുതം നിറഞ്ഞിരുന്നു. അത് മനസ്സിലായതുപോലെ വികാസ് പതിയെ പുഞ്ചിരിച്ചു. എന്ന് ചോദിച്ചാൽ യെസ്. ആദ്യം അച്ഛൻ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും അമ്മ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആദ്യം കണ്ടപ്പോൾ അവളോട് ഇടപഴകിയപ്പോൾ അതെല്ലാം മാറി. ഇനിയുള്ള ജീവിതത്തിൽ തുണയായി അവൾ മതിയെന്ന് ഉള്ളിൽ നിന്നാരോ പറയും പോലെ. അപ്പോൾ നിനക്കാ കുട്ടിയെ ശരിക്കും ഇഷ്ടമായോ? അവളെ ആർക്കാ അമ്മയെ ഇഷ്ടമാകാതിരിക്കുന്നത്? ശ്രീദേവിയുടെ ചോദ്യത്തിനുള്ള മറുപടി പോലെ ഒരു മറു ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. മകൻ്റെ മുഖത്തെ ആ തിളക്കം മാത്രം മതിയായിരുന്നു ശ്രീദേവി എന്ന അമ്മയുടെ ആശങ്കകളെ തുടച്ചെറിയുവാൻ. അവരും ആശ്വാസത്തോടെ പുഞ്ചിരിച്ചു. പക്ഷേ ആ നേരത്തെ മകൻ്റെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന കണക്കുകൂട്ടലുകളൊന്നും അവരറിഞ്ഞില്ല. എന്തൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞാലും ആത്മികയെ എനിക്ക് വേണം അമ്മേ. റയാൻ പോളിൻ്റെ തകർച്ച ഉറപ്പാക്കാനുള്ള എൻ്റെ ആയുധം അവളാ. കടപ്പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ മനസ്സിലോർത്തു. ആ നേരമൊക്കെ അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നത് റയാൻ്റെ മുഖമായിരുന്നു. എൻ്റെ മുന്നിൽ പതറിയില്ലെന്ന് വരുത്തി തീർക്കാൻ നീ എത്രയൊക്കെ വലിയ ഡയലോഗ് അടിച്ചാലും എനിക്കറിയില്ലേ റയാൻ നിന്നെ. ആത്മീയയുടെ കാര്യത്തിൽ തെറ്റുപറ്റിയെന്ന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഓർത്ത് നിന്റെ മനസ്സ് നീറിപ്പറയുക തന്നെയായിരിക്കും. ആ അവളെയാണ് ഞാനും ലക്ഷ്യം വച്ചിരിക്കുന്നതെന്ന് ബോധ്യം വന്നാൽ നീ അടങ്ങിയിരിക്കില്ലെന്നുള്ളത് ഉറപ്പാ. എന്നിട്ട് നീ എൻ്റെ മുന്നിൽ നന്നായി അഭിനയിച്ചു. പക്ഷേ എതിരെ നിൽക്കുന്നത് ആരാണെന്ന് നീ മറന്നുപോയി റയാൻ. സാരമില്ല, ഞാൻ ഓർപ്പിച്ചോളാം അവളിലൂടെ തന്നെ. കൗശലക്കാരനൊരു കുറുക്കനെ പോലെ കണ്ണുകൾ കുറുക്കി അവൻ പുഞ്ചിരിച്ചു. അവധി ദിവസമായിരുന്നതുകൊണ്ട് കളരിക്കലെ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാത്രി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത്താഴത്തിനുള്ളതൊക്കെ ടേബിളിലേക്ക് എടുത്ത് വച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റൂബിയും ജെസ്സിയും റോണയും കൂടി. റയാനും റോബിനും പോളും കൂടി
മുഖത്തേക്കിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വിഷയം ആമിയായിരുന്നു. പോളും റോബിനും കൂടി അവളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും റയാന്റെ മനസ്സ് മുഴുവൻ വികാസിനോട് സംസാരിച്ച കാര്യങ്ങളിൽ കുരുങ്ങിക്കിടക്കുകയായിരുന്നു. സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതോടെ ആമിയോടും ചെയ്തു പോയതും പറഞ്ഞു പോയതുമൊക്കെ ഓർത്തുള്ള കുറ്റബോധത്തിലേക്ക് മനസ്സ് വഴുതി വീണതെങ്കിലും ഇപ്പോൾ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ കൂടി ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്നുണ്ടെന്ന് അവനും അറിയുന്നുണ്ടായിരുന്നു. അവൾ വികാസിന്റെ കയ്യകത്തിലാണ് ഇപ്പോഴെന്നുള്ളത് ഓർക്കുമ്പോൾ ആ തോന്നലുകൾ ശക്തി പ്രാപിക്കുന്നതെന്നും അവന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഡാ! അല്പസ്വരം കടുപ്പിച്ചുള്ള റോബിന്റെ വിളിയായിരുന്നു ഏതൊക്കെയോ ചിന്തകൾ ഉളറുകയായിരുന്ന റയാൻ സ്വബോധത്തിലേക്ക് വന്നത്. എന്നതാ അച്ചായ പേടിപ്പിക്കുന്നേ? പിന്നില്ലാതെ ഞാനും ഡാഡിയും കൂടി വരുന്ന തല പുകഞ്ഞോണ്ടിരിക്കുന്നത് നിന്റെ കെട്ടിയോളെ എങ്ങനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുമെന്ന് ഓർത്തിട്ടാ. അന്നേരം നീ എന്നതാ ഈ ആലോചിച്ചു കൂട്ടുന്നേ? ഓ അതായിരുന്നോ? ഞാൻ നമുക്ക് കിട്ടിയൊരു പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചതാ. ഉള്ളിലുള്ളത് അവരിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ട് അലസഭാവത്തിൽ അവൻ പറയുന്നത് കേട്ട് റോബിന് ദേഷ്യം വന്നു പോയിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഡാഡി? അവന് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്നാത്തിനാ ചുമ്മാ തല പുണ്ണാക്കുന്നേ? അവന്റെ പ്രോജക്റ്റ് മാങ്ങാത്തൊലി. ഡാഡിയും മമ്മിയും പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എന്റെയും ജെസ്സിയുടേതുമൊക്കെ ചങ്കു പിടഞ്ഞുപോയി. എന്നിട്ടും എല്ലാം ബോധ്യമായിട്ടും ഈ കന്നാലിക്ക് മാത്രം അതിനോടൊരു ദയയും തോന്നാത്തത് വല്ലാത്തൊരു കഷ്ടം തന്നെയാ. റോബിന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അതവന്റെ വാക്കിലും നോക്കിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. ആ കളയടാ, എല്ലാം നേരെയാകും. ആകാതെ എവിടെ പോകാനാ? ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ എന്റെ മോൻ മിന്നു കെട്ടിയിട്ടുണ്ടെങ്കിൽ അവളീ തറവാട്ടിൽ തന്നെ ജീവിക്കും. അതിനൊരു തർക്കവുമില്ല. പോൾ തറപ്പിച്ച മട്ടിൽ പറഞ്ഞതും റയാന്റെയും റോബിന്റെയും നോട്ടം അവളുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നിരുന്നു. ആ മതി, അപ്പനും മക്കളും കൂടിയിരുന്ന് കുശൂചിത്തത്. എണീച്ചു വാ, വല്ലോം കഴിച്ചിട്ടാകാം ബാക്കി. വാതുക്കൽ വന്നു നിന്ന് റൂബി വിളിച്ചതും മൂവരും സംസാരം മതിയാക്കി എണീറ്റകത്തേക്ക് നടന്നു. എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന് കഴിഞ്ഞപ്പോഴായിരുന്നു റീജോയെ വിളിക്കാൻ പോയ റോണയും അവൾക്ക് പിന്നാലെ അവനും താഴേക്ക് വന്നത്. റീജോ ആരെയും നോക്കാതെ നേരെ വന്നൊരു ചെയർ വലിച്ചിട്ടിരുന്നതും റയാൻ ഇരുന്നിടത്തു നിന്ന് എണീറ്റതും ഒരുമിച്ചായിരുന്നു. റയാൻ, നീ എവിടെ പോവാ? എനിക്കിപ്പോൾ വേണ്ട മമ്മി, പിന്നെ കഴിച്ചോളാം. റീജോയിലേക്കൊരു നോട്ടം പോലും പോകാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു റയാന്റെ പറച്ചിലെങ്കിലും അവന്റെ മുഖഭാവത്തിൽ നിന്നു തന്നെ കാര്യങ്ങൾ ഊഹിച്ച മറ്റുള്ളവരെല്ലാം നിസ്സഹായതയോടെ പരസ്പരം നോക്കി. ഇനി ഞാൻ കാരണം ആരുടെയും വിശപ്പ് കെട്ടുപോകണ്ട. കളരിക്കലെ അടുക്കളയിൽ വെച്ചത് മാത്രമേ തൊണ്ടയ്ക്ക് താഴോട്ട് ഇറക്കൂന്നെനിക്ക് ശപഥമൊന്നുമില്ല. ഞാൻ പുറത്തൂന്ന് കഴിച്ചോളാം. കുടുംബക്കാരെല്ലാം കൂടി ഒന്നിച്ചങ്ങുണ്ടോ? പുച്ഛത്തോടെ പറഞ്ഞിട്ട് ഇരുന്നിരുന്ന കസേര പിന്നിലേക്ക് ചവിട്ടി തെറിപ്പിച്ചുകൊണ്ട് റീജോ എണീറ്റതും എല്ലാവരും ഞെട്ടലോടെ അവിടേക്ക് നോക്കി. റീജോ! ദേഷ്യത്തിലാണ് വിളിച്ചതെങ്കിൽ പോലും റൂബിയുടെ സ്വരം വല്ലാതെ ദയനീയമായി പോയിരുന്നു. മമ്മി ചുമ്മാ ഒച്ച വെച്ച് വീണ്ടും BP കൂട്ടണ്ട. ഞാനേതായാലും കളരിക്കലെ സത്പുത്രന്മാരുടെ ഗണത്തിൽ പെടൂലല്ലോ. അതുകൊണ്ട് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. പറഞ്ഞതും കാറ്റുപോലെ മുറ്റത്തേക്ക് പായുന്നവനെ നോക്കി തറഞ്ഞു നിൽക്കുമ്പോൾ റൂബിയുടെ മിഴികൾ തൂവിപ്പോയിരുന്നു. എന്റെ കർത്താവേ, എന്റെ കാലം കഴിയുന്നത് വരെയെങ്കിലും എന്റെ മക്കള് തമ്മിൽ തല്ലിപ്പിരിയല്ലേ എന്നല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. എന്നിട്ടിപ്പോ റൂബി നെഞ്ചിൽ കൈവച്ചൊരു വിലാപം പോലെ പറഞ്ഞു പോയിരുന്നു.